ഹലോ ഗൈസ്, ഇന്ന് ജനുവരി 29 ബുധനാഴ്ചയാണ്. അപ്പൊ നമുക്കറിയാം നാളെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എല്ലാത്തിന്റെയും മന്ത്ലി എക്സ്പയറി ഡേ ആണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഒരു ഹെവി വോളറ്റൈലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. ഓപ്ഷൻ ബയറെ സംബന്ധിച്ച് പ്രീമിയംസ് ഏറ്റവും കൂടുതൽ മെൽറ്റ് ആവുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അതുകൊണ്ട് നാളെ മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് പ്രത്യേകിച്ചും ഇന്ന് ഒരു സിവിയർ ആയിട്ടുള്ള അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. അത് മാത്രമല്ല, നിങ്ങളിപ്പോ ഇന്ത്യ വിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ വിക്സ് ഏകദേശം 18.19, അതായത് ഇന്ത്യ വിക്സ് നല്ല പീക്കിലെത്തി നിൽക്കുവാണ്. അതായത് ഇത് കാണിക്കുന്നത് വളരെ സിവിയർ ആയിട്ടുള്ള സ്പൈക്കുകൾ മുകളിലോട്ടും താഴോട്ടും സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ് ഇന്ത്യ വിക്സ് ഇപ്പൊ നമ്മളെ കാണിക്കുന്നത്. ഇപ്പൊ 18 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹൈ ഇന്ത്യ വിക്സ് വോളറ്റിലിറ്റി റേറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഓപ്ഷൻ ബയേഴ്സ് പ്രത്യേകിച്ചും ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. ഇപ്പൊ നമുക്ക് നമ്മൾ നോക്കി ഇന്നലത്തെ മാർക്കറ്റിന്റെ ക്ലോസിംഗ് നോക്കി കഴിഞ്ഞാൽ 27-ാം തീയതി ഒരു 23,000 ലെവലുകൾ നിഫ്റ്റി ബ്രേക്ക് ചെയ്തെങ്കിലും ഇന്നലെ ആ ഒരു ഹ്യൂജ് ഗ്യാപ്പോടുകൂടി നിഫ്റ്റി അത് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. 23,000 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ആ ഒരു സിവിയർ ആയിട്ടുള്ള ഡൗൺഫോള് അവരുടെ സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ എപ്പോഴും നമ്മൾ പേടിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഹ്യൂജ് ഗ്യാപ്പോടുകൂടി മുകളിലോട്ട് പോകാൻ നോക്കുമ്പോഴത്തേനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ഗ്യാപ്പുകൾ ഇങ്ങനെ ഇപ്പൊ ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഉണ്ടായിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ താഴെയെല്ലാം ഇതുപോലെ ഗ്യാപ്പുകൾ കിടക്കും. നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ ഹ്യൂജ് ഗ്യാപ്പ് ആയിരുന്നു. ഏകദേശം 650 പോയിന്റുകളാണ് ഇന്നലെ ബാങ്ക് നിഫ്റ്റി തന്നെ ഗ്യാപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പൊ തന്നെയല്ല ഇപ്പൊ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. അപ്പം അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നിപ്പം ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഈ ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലായിട്ട് കിടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് തന്നെയല്ല ഇന്നലെ എൻഡ് ഓഫ് ദി ഡേയില് ഇന്നലെ ഒരു 2:45 അതിന്റെ ഡേ ഹൈയിൽ നിന്നും ഒരു സിവിയർ ആയിട്ടൊരു സെല്ലിങ് വന്നു. അതായത് ഈ ഒരു ലെവൽ, അതായത് നമുക്ക് ഇതെന്ന് പറയുന്നത് ജനുവരി 21 ഒരു സപ്ലൈ സോൺ ആണ്. അപ്പം ആ സോണിൽ എത്തിയപ്പോഴത്തേനും ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സിവിയർ ആയിട്ടുള്ള സെല്ലിങ് ഇവിടെ വന്നു. അപ്പം ഈ ഒരു ലെവല് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ. അപ്പം ഇന്നിപ്പോ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് അതിന്റെ സിനാരിയോസ് നമുക്ക് നോക്കാം. അപ്പം ഇന്നലെ നിഫ്റ്റി അതിന്റെ ഓപ്പൺ 5 മിനിറ്റ് റെഡ് ക്യാൻഡലിന്റെ ഹൈ കട്ട് ചെയ്ത് മുകളിലോട്ട് പോയി ഏകദേശം അവിടെ തന്നെയാണ് ക്ലോസ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങളിപ്പം ഈ ഒരു നിഫ്റ്റിയെ ഇതിന്റെ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്നലെ നിഫ്റ്റിയിൽ ഒരു പക്ക ഡോജി ക്യാൻഡലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പം ഇതാണ് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ട്. ശരിക്കും പറഞ്ഞാൽ നിഫ്റ്റിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ക ഡോജി ക്യാൻഡലാണ് ഡെയിലി ടൈം ഫ്രെയിമിൽ. അതിന്റെ അപ്പർ വിക്കും ലോവർ വിക്കും വളരെ നീളം കൂടിയ ഒരു ക്യാൻഡലാണ് ഡെയിലി ടൈം ഫ്രെയിമിൽ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൂടാതെ നിങ്ങൾ ബാങ്ക് നിഫ്റ്റി ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ നിഫ്റ്റി ഭയങ്കര വീക്ക് ആയിരുന്നെങ്കിലും ബാങ്ക് നിഫ്റ്റി ശരിക്കും പറഞ്ഞാൽ അതിന്റെ ജനുവരി 13 ലോ റെസ്പെക്ട് ചെയ്തു. അതായത് ആ ലോയിൽ കറക്റ്റ് സപ്പോർട്ട് എടുത്ത് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ഈ ജനുവരി 27 മൺഡേ ക്ലോസ് ചെയ്തു. അതിനുശേഷം ചൊവ്വാഴ്ച ഇന്നലെ ഹ്യൂജ് ഗ്യാപ്പോടുകൂടി ഈ ഒരു ലെവലിനെ ബാങ്ക് നിഫ്റ്റി അവിടെ റെസ്പെക്ട് ചെയ്തു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോഴത്തേനും ഈ ഒരു ലെവലുകൾ, അതായത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു ലെവൽ ഭയങ്കര ക്രിട്ടിക്കലാണ്. അതായത് ഈ ഒരു ലെവൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ലെവല് ഇനിയിപ്പം ബ്രേക്ക് ചെയ്യത്തില്ല എങ്കിൽ നമുക്കൊരു ഫർദർ അപ്പ് മൂവിനുള്ള ഒരു സാധ്യത വളരെ കൂടുതലുണ്ട്. അപ്പം ഇനിയിപ്പം നമുക്ക് നിഫ്റ്റിയുടെ ഒരു ഫർദർ അപ്പ് മൂവ്മെന്റ് ഉള്ള ഒരു ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റി ഈ ലെവല് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങൾ നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി ഓൾറെഡി അതിന്റെ ലോ ബ്രേക്ക് ചെയ്ത് സപ്പോർട്ടുകളെല്ലാം ബ്രേക്ക് ചെയ്ത് പോയായിരുന്നു. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയാണ് നമുക്കിനിപ്പോ നിഫ്റ്റിയെ പിടിച്ച് മേളിലോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയൊരു പ്രതീക്ഷ നമുക്ക് ബാങ്ക് നിഫ്റ്റിയാണ്. അപ്പൊ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി ഒരിക്കലും ഒരു സപ്പോർട്ട് എടുത്തു നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ബാങ്ക് നിഫ്റ്റി ഒരു സപ്പോർട്ട് എടുത്തത് കൊണ്ട് നിഫ്റ്റിയിൽ ഒരു ഫർദർ ഫോൾ ഇനിയും വരാനുള്ള സാധ്യത എന്തുമാത്രം ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കണം ഇനിയുള്ള ദിവസങ്ങളിൽ. അപ്പം ഏതായാലും ഈ ഒരു ഡോജി ക്യാൻഡലിന്റെ അപ്പർ വിക്കിന്റെ ഹൈയും ഈ ലോവർ വിക്കിന്റെ ലോയും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്.
അപ്പം ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ വീണ്ടും ഒരു ഫർദർ സ്ലൈഡ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമുക്ക് ഇന്ന് നിഫ്റ്റിയിൽ നമുക്ക് ഓപ്പണിംഗ് സിനാരിയോസ് നമുക്ക് നോക്കാം. ഇന്നലത്തെ ക്ലോസിംഗ് ഏകദേശം 22,970 നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ഇന്ന് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ലെവൽ, അതായത് ഇപ്പൊ മാർക്കറ്റിൽ ഇപ്പൊ സമയം 8:41. അപ്പം ഇതാണ് നിഫ്റ്റിയുടെ ചാർട്ട്. നിങ്ങൾക്കറിയാം പഴയ SGS നിഫ്റ്റി സ്റ്റോപ്പ് ആയി കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ നോക്കുന്നത് നിഫ്റ്റിയാണ്. അപ്പം നിഫ്റ്റിയിൽ ഇപ്പോഴത്തെ ലെവൽ, ഇപ്പൊ ട്രേഡ് ചെയ്യുന്ന ലെവൽ എന്ന് പറയുന്നത് 23,033. അപ്പൊ നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിംഗ് 22,957. അതിനർത്ഥം നിഫ്റ്റി ഇന്നൊരു സ്ലൈറ്റ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതായത് 23,033 ലെവലാണ് ഇപ്പോഴത്തെ നിഫ്റ്റിയുടെ ലെവലെങ്കിൽ, സപ്പോസ് ആ ലെവലിലാണ് ഓപ്പൺ ചെയ്യുന്നെങ്കിൽ നിഫ്റ്റിയുടെ ഓപ്പണിംഗ് ഏകദേശം ഈ ഒരു ലെവലിലായിട്ട് വരും. അതായത് 23,033 എന്ന് പറയുമ്പോഴത്തേനും ഏകദേശം ഇവിടെയായിട്ട് വരും. നിഫ്റ്റി ഇവിടെ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഒരു 15 മിനിറ്റ് എങ്കിലും ഇവിടെ ഈ ഒരു PDCക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു PDC വരെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇവിടെ നിങ്ങളൊരു കോൾ ഓപ്ഷൻ, നിങ്ങൾ ചാടിക്കൊരു ഓപ്പണിംഗിൽ ഒരു കോൾ ഓപ്ഷൻ മേടിക്കരുത്. ഇവിടെ വന്നിട്ട് ഈ ഒരു PDCയിൽ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് എടുക്കണം. കാരണം വെച്ചാൽ ഇതൊരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തൊരു ലെവലും കൂടി ഉണ്ട്. അപ്പം ആ ഒരു സപ്പോർട്ട് ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു 20 മിനിറ്റ് എങ്കിലും ഇവിടെ ഈ ഒരു PDCയിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നിങ്ങളൊരു കോൾ ഓപ്ഷൻ മേടിച്ചിട്ട് ഒരു പ്രൈസിംഗ് ആയി കട്ട് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് PDC തന്നെ ആയിരിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ലെവൽ ഉറപ്പായിട്ടും ഇവിടെ ഒരു സെല്ലിംഗ് വരുന്നുള്ള സാധ്യത വളരെ 100% ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇന്നലെ 2:40 ഈ ഒരു ലെവലിൽ നിന്ന് വന്നിരിക്കുന്ന സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റെഡ് ക്യാൻഡൽ കൊണ്ട് ഈ ഒരു 2-3 മണിക്കൂറിന്റെ എൻറ്റയർ ആയിട്ടുള്ള അപ്പ് മൂവ്മെന്റ് ഇവിടെ ഫുള്ളി സോൾഡ് ഓഫ് ആയി ഈ ഒരു ലെവൽ വന്നപ്പോഴത്തേനും. അതുകൊണ്ട് ഇതൊരു സിവിയർ സെല്ലിംഗ് സോൺ എന്നാന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. ഇനി അതല്ല, നിഫ്റ്റി ഇന്നിപ്പം ഈ PDCക്ക് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ലെവല് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് സോൺ ആണ്. അപ്പോൾ അതുകൊണ്ട് PDL സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും ഇന്നിപ്പോ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പണിങ്ങിനെ പറ്റി നമുക്ക് അറിയത്തില്ല. ബാങ്ക് നിഫ്റ്റിയും ഇതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ, അതായത് PDCക്ക് മേളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും ഈ ഒരു PDC ലെവൽ ഭയങ്കര സിവിയർ സെല്ലിംഗ് സോൺ ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വെച്ചിട്ട് കോൾ ഓപ്ഷൻ മേടിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10-15 മിനിറ്റ് എങ്കിലും ഈ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അപ്പ് മൂവ്മെന്റിനുള്ള സാധ്യതയുള്ളൂ. പക്ഷെ എന്നാൽ പോലും ഈ PDH നിങ്ങളുടെ ടാർഗറ്റ് ആയിരിക്കണം. ഈ അൺകേസ് ഈ PDCക്ക് താഴെയാണ്, അതായത് ഈ ഒരു സിംഗിളോ, ഇപ്പൊ നിങ്ങൾക്കറിയാം ഈ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പ്രീവിയസ് സിംഗിളോ എന്ന് പറയുന്നത് ഇതാണ്. ഇൻ കേസ് ഈ ഒരു PDCയിൽ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു പ്രീവിയസ് സിംഗിളോ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇത് PDL വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെയും സപ്പോർട്ട് എടുത്തില്ല എങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഹ്യൂജ് ഗ്യാപ്പ് ഉണ്ട്. അതായത് ഏകദേശം നിങ്ങൾ ഗ്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 630-40 പോയിന്റിന് ഗ്യാപ്പ് ബാങ്ക് നിഫ്റ്റിയിൽ ഫില്ല് ചെയ്യാനുണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും ഇന്ന് ബാങ്ക് നിഫ്റ്റി ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ സപ്പോസ് ഇപ്പൊ PDLിലാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യണമെന്ന് വിചാരിക്കുക. ഇത് നിങ്ങൾക്ക് നോക്കിയ വേറെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ PDL എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ലോവർ വിക്ക് ഉള്ള ഒരു ക്യാൻഡൽ ആണ് PDH എന്ന് പറയുന്നത്, PDL എന്ന് പറയുന്നത്, സോറി. അപ്പം എപ്പോഴും ഈ നിങ്ങൾ ശ്രദ്ധിക്കുക, അതായത് PDLലോ PDHലോ ഇതുപോലെ ലോങ് ആയിട്ടുള്ള വിക്കുകളുടെ റിജക്ഷൻ ഉണ്ടെങ്കിൽ അത് സ്ട്രോങ് സപ്പോർട്ടായിട്ടോ റെസിസ്റ്റൻസ് ആയിട്ടോ ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇന്നിപ്പോ ബാങ്ക് നിഫ്റ്റി PDCക്കും ഈ PDLനും ഇടയ്ക്ക് എവിടെയെങ്കിലും ഓപ്പൺ ചെയ്യുവാണെങ്കിൽ, നിങ്ങൾ ഇവിടെയാണ് ഏകദേശം ഫ്ലാറ്റ് ആയിട്ട് PDCയിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു പുട്ട് ഓപ്ഷൻ മേടിക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് PDL ആയിരിക്കണം. ഈ PDL ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ PDL റീടെസ്റ്റിൽ എൻട്രി എടുക്കുക, അടുത്ത പുട്ട് ഓപ്ഷൻ. അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ടാർഗറ്റ് ഈ ഒരു ഗ്യാപ്പ് ബോർഡർ ആയിരിക്കും. നിങ്ങൾ അങ്ങനെ എൻട്രി പ്ലാൻ ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് അത് വരച്ച് കാണിക്കാം. അതായത് ഇപ്പൊ PDCയിൽ താഴെയായിട്ട് ഓപ്പൺ ചെയ്യുന്നെങ്കിൽ PDLല് നിങ്ങൾ ടാർഗറ്റ് വെക്കുക. അതിനുശേഷം PDL ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ
പി ഡിയിൽ ബ്രേക്ക് ചെയ്ത് ഉടനെ നിങ്ങൾ എൻട്രി എടുക്കരുത്. ജസ്റ്റ് പി ഡിയിൽ ഒരു റീടെസ്റ്റ് വന്നു കഴിയുമ്പോഴത്തേന് അടുത്ത എൻട്രി എടുത്തിട്ട് നിങ്ങൾ ഈ ഒരു ലെവല്, ഇതൊരു നമ്മുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ലെവലാണ്. അപ്പം ആ ഒരു ലെവലിൽ നിങ്ങൾ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ്, അതായത് പി ഡി സിക്ക് താഴെ ഒരു റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ ഈ പി ഡി എൽ ഫസ്റ്റ് ടാർജറ്റും പി ഡി എൽ ബ്രേക്ക് ചെയ്തതിനു ശേഷം അതിന്റെ റീടെസ്റ്റിൽ സെക്കൻഡ് ടാർജറ്റ് ആയിട്ട് ഈ ഒരു ലെവൽ വെച്ചിട്ട് നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. ഈ പി ഡി സിക്ക് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഒരു 15 മിനിറ്റ് എങ്കിലും നിങ്ങൾ ഈ ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാതെ യാതൊരു കാരണവശാലും നിങ്ങൾ കോൾ ഓപ്ഷൻ മേടിക്കരുത്. കാരണം ഒരു ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് മുകളിലോട്ട് ഇവിടുന്ന് ഒരു 400 പോയിന്റിന്റെ ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഇവിടെ നിങ്ങൾ ഒരു പ്രോപ്പറായിട്ട് റിസ്ക് റിവാർഡ് ഉള്ള ഒരു ട്രേഡ് മാത്രമേ ഈ ഒരു ലെവൽ, ഈ ഒരു റീജിയനിൽ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. നിങ്ങളിപ്പോ ഇവിടെ കോൾ ഓപ്ഷൻ മേടിച്ചെങ്കിൽ തന്നെ ഇമ്മീഡിയറ്റ് ടാർജറ്റ് നിങ്ങളുടെ പി ഡി ആയിരിക്കണം. ഓക്കെ, അപ്പം അതുകൊണ്ട് ഇന്നത്തെ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ സെറ്റപ്പ് നിങ്ങൾക്ക് ഫോം ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ എൻട്രി എടുക്കുക. ഓർക്കുക, നാളെ മന്ത്ലി എക്സ്പയറി ഡേ ആണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ചും ഇന്ത്യ വിക്സ് 18 മേളിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഹ്യൂജ് വോളറ്റൈലിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഫെബ്രുവരി 1-ാം തീയതി യൂണിയൻ ബഡ്ജറ്റ് ഡേ ആണ്. അപ്പൊ അതുകൊണ്ട് കഴിവതും മോർണിംഗിൽ ട്രേഡ് എടുക്കാതിരിക്കുകയാണ് നല്ലത്. Okay, thank you guys.